കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഫോണിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഫോണിൽ ട്രാക്കിങ്, ഹാക്കിങ്, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ മറ്റൊരാളുടെ ഫോണിലോട്ട് കണക്ട് ചെയ്തിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയാനായിട്ട് നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ ബാറിൽ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കുറേ അധികം ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഒരു സിമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വൈഫൈയും അതുപോലെ തന്നെ ക്വിക്ക് ഷെയറും ഒക്കെ ഓൺ ചെയ്യുന്ന പോലെ ഓൺ ചെയ്യാം. ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിലാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ചെക്ക് ഫോർ സിസ്റ്റം അപ്ഡേറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻ നിങ്ങൾക്ക് കാണിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തെടുക്കുക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്കിവിടെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് മുകളിൽ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ തന്നെ ഇതുപോലുള്ള ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഇതുപോലെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ചെക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് എനേബിൾ ആയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ഫോണിൽ ഇത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വരുന്ന പുതിയ ഫോണുകളിലെല്ലാം ഇത് കാണും. നമുക്കിതിൽ ലോങ് പ്രസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി നിങ്ങളിവിടെ സെർച്ച് ചെയ്യുക. ഇവിടെ സെക്യൂരിറ്റി എന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി, നിങ്ങളുടെ ഫോണ് നല്ല സെക്യൂറായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ ഏറ്റവും മുകളിൽ ഇതുപോലെ ഗ്രീൻ ലെറ്ററിൽ ഇതുപോലെ കാണിക്കും. ഇതിന് താഴെ നിങ്ങൾക്ക് ഓൾറെഡി അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെക്ക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് വരും. ഇപ്പോൾ ഇവിടെ ഫോൺ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ടാണ് കാണിക്കുന്നത്. അപ്ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇങ്ങനെ അപ്ഡേറ്റ് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫോൺ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കുക. കാരണം നിങ്ങളുടെ ഫോൺ മറ്റുള്ള ഫോണിലോട്ട് കണക്ട് ചെയ്തിടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ട്രാക്ക് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ഈ ഒരു സെക്യൂരിറ്റി പ്രൈവസി വെച്ചിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട്, നമുക്ക് സെക്യൂർ ആക്കാനായിട്ടും സാധിക്കും. ഇവിടെ ആപ്പ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ ഡ്രൈവ് അൺലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അക്കൗണ്ട് സെക്യൂരിറ്റി, ഡ്രൈവ് ഫോൾഡേഴ്സ്, സിസ്റ്റം ആൻഡ് അപ്ഡേറ്റ്, അങ്ങനെ പ്രൈവസി കൺട്രോൾ, പ്രൈവസി ഡാഷ്ബോർഡ്, അങ്ങനെ കുറേ അധികം മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി, ഇങ്ങനെ കുറേ ഓപ്ഷൻ കാണാം. ഇതിനകത്ത് നമുക്ക് ആപ്പ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് ഇവിടെ സെക്യൂർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവ്, അതും സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഏറ്റവും മുകളിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയുടെ ഈ ഒരു സിമ്പിൾ, ഇതെല്ലാം ഗ്രീനിലാണ് കാണുന്നതെങ്കിൽ എല്ലാം ഓക്കെയാണ്. യെല്ലോ കളറിലോ റെഡിലോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതിനകത്തെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്. ഇവിടെ നമ്മുടെ അക്കൗണ്ട് സെക്യൂരിറ്റിയാണ്. അക്കൗണ്ട് സെക്യൂർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാം. ഇവിടെ സെക്യൂരിറ്റി നമുക്ക് താഴെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാനായിട്ടും പറ്റും. നമ്മുടെ അക്കൗണ്ട് സെക്യൂർ ആയിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുണ്ടോ സെക്യൂരിറ്റി ചെക്കിനകത്ത് ഇതുപോലെ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഏറ്റവും മുകളിൽ ഈ സെക്യൂരിറ്റി സിമ്പിൾ ഗ്രീൻ ആയിരിക്കും, ടിക്ക് മാർക്ക് വീണ് ഈ ഒരു സിമ്പിളും കൂടെ നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യെല്ലോ കളറോ റെഡ് കളറോ ആയിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവ്, റീസെൻറ്റ് സെക്യൂരിറ്റി ആക്ടിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ തേർഡ് പാർട്ടി കണക്ഷൻസോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതെല്ലാം സെക്യൂർ ആണോ എന്നുള്ളത് ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ബാക്കിലോട്ട് വീണ്ടും പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സിസ്റ്റം അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഫോണിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ബാറിൽ ലഭിക്കാത്ത ആളുകൾ ഡയറക്റ്റ് നിങ്ങൾക്ക് സെറ്റിങ്സിനകത്തൊന്നും നോക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതെടുത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ മുകളിൽ വന്നിരിക്കുന്നത്. ഏതെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഫോൺ അപ്ഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോണിൽ നിന്ന് ഏതാണ് ആ ഒരു ഇഷ്യൂ വന്നിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതിൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ നമുക്ക് എനേബിൾ ആവും. ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതുപോലെ നമ്മൾ ഫസ്റ്റ് എടുത്ത രീതിയിൽ തന്നെ എല്ലാം വരും. ഇവിടെ നിങ്ങൾക്ക് താഴെ പ്രൈവസി കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആഡ്സ്, മറ്റുള്ള നിങ്ങളുടെ ഏതൊക്കെ പ്രൈവസിക്കകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് ഇവിടെ കാണാം. നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ ആക്സസ്, മൈക്രോഫോണിൻ്റെ ആക്സസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴെ കാണാനായിട്ട് പറ്റും. ഇവിടെ ജസ്റ്റ് ക്ലിക്ക്, ഇതെല്ലാം നമുക്ക് ഡിസേബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൈവസി ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ, ക്യാമറ, മൈക്രോഫോൺ, ഇതൊക്കെ എവിടെയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ലൊക്കേഷൻ എന്തൊക്കെ ആപ്ലിക്കേഷനാണ് നിങ്ങൾ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്, നിങ്ങളുടെ ലൊക്കേഷൻ ഏതൊക്കെ ആപ്ലിക്കേഷനിലാണ് കണക്ട് ചെയ്തിട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാം. നിങ്ങൾക്കിവിടെ മാനേജ് പെർമിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ താഴെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പെർമിഷൻസ് ആവശ്യമില്ലാത്തതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് എടുത്തുകൊണ്ട് ബ്ലോക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ഇപ്പോൾ നിങ്ങളുടെ ഫോണിനോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ ലൊക്കേഷൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്, ഇതിൽ ജസ്റ്റ് ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഡോണ്ട് അലോ കൊടുത്തു കഴിഞ്ഞാൽ ഈ പെർമിഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും.
അവർ ഉപയോഗിക്കുന്ന തേർഡ് പാർട്ടി ആയിട്ടുള്ള നിങ്ങളറിയാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇതുപോലെ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പോൾ തന്നെ ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുപോലെ എടുത്തിട്ട് നിങ്ങളുടെ ഈ ഒരു പെർമിഷൻസ് എല്ലാം ബ്ലോക്ക് ചെയ്ത് കളയുക. അതുപോലെ തന്നെ ഉണ്ടോ ക്യാമറ ലൊക്കേഷൻ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്, മൈക്രോഫോൺ യൂസ് ചെയ്യുന്ന എത്രയുണ്ട്, അതുപോലെ തന്നെ ക്യാമറ ഏതൊക്കെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. താഴോട്ട് നമുക്ക് കോൾ ലോഗോ, കോൺടാക്ട്സ് ഒക്കെ ഇതിനകത്തൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തെടുക്കുക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള അറിവ് ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ, സീ യു.